ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം പോലെ തന്നെ നമ്മുടെ കുടുംബമാകുന്ന ദേവാലയവും പവിത്രീകരിക്കണം. അത് വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അവിടെ ഉണ്ടാകണം. അത് ഇന്നത്തെ വാചകം നമ്മൾ കേട്ടതുപോലെ എല്ലാവർക്കും കയറി നിറങ്ങി എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും കൊണ്ട് നടക്കാനുള്ള ഒരു സ്ഥലമല്ല നമ്മുടെ ഭവനം. അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതിൽ ജീവിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം കിട്ടണം. ആ അനുഗ്രഹത്തിൽ അവർ അവരുടെ കടമകളെല്ലാം നന്നായി ചെയ്തുകൊണ്ട് അവരെ ഏൽപ്പിച്ച ദൗത്യം, മക്കളെ വളർത്തുക, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക, സ്നേഹത്തോടുകൂടി വർത്തിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ശക്തി കിട്ടുന്നൊരു സ്ഥലമായിട്ട് കുടുംബം തീരണം. ഇന്ന് ഈ വചനപ്രഘോഷണത്തിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? അവിടെ ദൈവത്താൽ പവിത്രീകരിക്കപ്പെട്ട ആളുകളാണോ ജീവിക്കുന്നത്? അവരുടെ മനോഭാവം എന്താണ്? അപ്പോൾ അതിലൊന്നാമതായിട്ട് നമ്മൾ കാണും, നമ്മൾ ദേവാലയത്തിലെ ബലികളും കാഴ്ചകളൊക്കെ സമർപ്പിക്കുന്നത് പോലെ ഗാർഹികമായ ദേവാലയം എന്ന് പറയും നമ്മുടെ വീട്ടിലും നമുക്ക് ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്, ഉണ്ടാകണം. അത് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഒരു ഷോക്കേസിൻ്റെ ഉള്ളിൽ എല്ലാം പതുക്കി വയ്ക്കും. കുരങ്ങും പൂച്ചയും എലിയും തുണിയില്ലാത്ത ഡാൻസുകാരത്തെയും എല്ലാം കൂട്ടി അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പടരൂപവും വെച്ചിട്ട് പ്രാർത്ഥനയുടെ നിലയിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടുള്ള ആദരവ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വ്യക്തമായി കാണണം. അതൊക്കെ നമ്മൾ ക്രമീകരിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അനുഭവിക്കുന്ന തരത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ ചെയ്യണത് എന്താ ചെയ്യണത്? എന്താ ചോദിക്കുക? നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന എത്തിക്കുന്നുണ്ടോ എന്നല്ലേ ചോദിക്കുക. എത്താൻ പ്രയാസമുള്ളതാണ് ഈ എത്തിക്കുന്നത്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാനുള്ള സമയമാണത്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? പ്രാർത്ഥന ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ കാണണം. ദൈവത്തെ കാണാതെ ദൈവത്തോട് എങ്ങനെ സംസാരിക്കുക? ദൈവം നമ്മുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ എന്താണ് അവിടെ പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൂട്ടി. ഞാൻ കുട്ടികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞവർ, നീ സ്വർഗത്തിനായ പിതാവേ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇടവകയിലൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു പണിയാണത്. കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലിത്തീരുന്നില്ല. വേദപാഠ ക്ലാസ്സിൽ ചെല്ലാൻ പറഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് സ്വർഗസ്ഥനായ പിതാവേ കൃത്യമായി ചെല്ലുന്നുണ്ട്. അവരെങ്ങനെയാണ് ഈ മുറിഞ്ഞ് വാക്കുകൾ, അക്ഷരങ്ങളില്ലാത്ത പ്രാർത്ഥന പഠിച്ചത്? വീട്ടിലൊരു രക്ഷയില്ല. അത് ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും മറ്റവരുടെ ഭാഗം ചൊല്ലിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ വാക്കുകളൊക്കെ പോയി. ഏതാണ് ഇത് നമ്മളെ ബാധിക്കുന്നതാണോ നമ്മൾ നോക്കണം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ജ്വലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കർത്താവേ ഇന്ന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് തന്നത്. സാമ്പത്തികമായിട്ടും മറ്റു പലതരത്തിലുള്ള ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടി. ഭക്ഷണം കിട്ടി, താമസിക്കാൻ ഒരു വീടുണ്ട്. ചിലർക്കതില്ല. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങളോട് കൂടിയാണ് കർത്താവിൻ്റെ അടുത്ത് വരുന്നത്.
അതൊക്കെ തുറന്നു പറയാനുള്ളതാണെങ്കിലും ദൈവം തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഓർത്ത് ഒരു വാക്ക് പോലും നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരാതെ നമ്മൾ പ്രാർത്ഥന എത്തിച്ചു പോയെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഒരുക്കണം. അതിൽ സംബന്ധിക്കുന്നവരെങ്ങനെയാണ്? കുറച്ച് പേര് വരാൻ്റെ കാറ്റ് കണ്ടിരിക്കട്ടെ, അപ്പം വലിയപ്പച്ചൻ അവിടെയാണ്, അമ്മ അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതും കൂടി നടക്കാം, നിങ്ങൾ തുടങ്ങിക്കോ, ഞാനിതാ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പണികൾ തുടർന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചമ്മമാരാണെങ്കിൽ കൊച്ചുകുട്ടികളെ അടുത്ത് കിട്ടിയാടുണ്ടെങ്കിൽ അവർ കൊന്തയിട്ട് കളിച്ചോളും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അമ്മയും കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. നമ്മളറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അർത്ഥമില്ലാത്തതായിട്ട് തീരുകയും ഫലമില്ലാത്തതായിട്ട് തീരുകയും ചെയ്യുന്നു. ഗാർഹിക ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഭാര്യയെയും മക്കളെയും എല്ലാ വീട്ടിലെ എല്ലാവരെയും ഒന്ന് അടുപ്പിച്ച് നിർത്തി ആ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ വ്യത്യാസമുണ്ടാകും. ആ പ്രാർത്ഥന നമുക്ക് വലിയ അനുഭവമായിട്ട് തീരും. എമ്മാവൂസിലേക്ക് പോയ സ്ത്രീയന്മാർ പറയുന്നത് പോലെ നമ്മുടെ ഹൃദയം ജ്വലിച്ചല്ലേ ദൈവം തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി, മാത്രമല്ല നമുക്ക് വന്ന പോരായ്മകളെപ്പറ്റി, ബലഹീനതകളെപ്പറ്റി, ഒരുപക്ഷെ അന്നുണ്ടായ കലഹങ്ങളെപ്പറ്റി, സ്നേഹമില്ലാത്ത വാക്കുകൾ പറഞ്ഞതിനെപ്പറ്റി, പാവപ്പെട്ടവരോട് കരുണയില്ലാതെ പെരുമാറിയതും സംസാരിച്ചതും അത് കുട്ടികൾ കണ്ട് അവർക്ക് ദുർമാതൃകയായതുമൊക്കെ ഓരോ ദിവസത്തിലെ അനുഭവമാകാം. ആവശ്യമില്ലാത്തതും നമുക്ക് ഉപദ്രവം തരുന്നതുമായിട്ടുള്ള ചിത്രങ്ങളും ടി വി ഇത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അത് വയ്ക്കാൻ. നമ്മുടെ ഹൃദയം മുഴുവൻ വേറെ എവിടെയോ ആണ്. അതുകൊണ്ട് ഈ കുടുംബമാകുന്ന ദേവാലയത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടത് ഒന്ന് ചിന്തിക്കേണ്ടി വരും. എന്താണ് അതുവഴിയായിട്ട് നമുക്ക് ലഭിക്കുന്നതെന്നുള്ളത് മറക്കണ്ട. അത് അപാരമായിട്ടുള്ള ആനന്ദമാണ്, നമുക്ക് നൽകുന്ന വലിയ സന്തോഷമാണ്. ദൈവത്തെ കണ്ടുമുട്ടിയെന്നും ദൈവത്തോട് സംസാരിച്ചുവെന്നും നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെച്ചുവെന്നുമുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം ഏതാ കിട്ടുന്നത്? സിനിമയിൽ ആരുടെയെങ്കിലും ദുഃഖമോ ചതിയോ അല്ലെങ്കിൽ അക്രമങ്ങളോ ഇടിയോ അടിയോ ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ സന്തോഷിച്ചിരുന്നിട്ട് എന്ത് കിട്ടി? അത് കഴിയുമ്പോൾ ശൂന്യതയാണ്. നേരെ മറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കാൻ നമുക്ക് കിട്ടുമ്പോൾ അത് വലിയ അനുഗ്രഹമാണ്. അതൊന്ന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞവർ ഒരിക്കലും പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോവില്ല. ആ പ്രാർത്ഥനയുടെ സമയം ആർത്തിയോടുകൂടി നോക്കിയിരിക്കും. അത് അനുഗ്രഹപ്രദമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളോടുള്ള ഐക്യവും സ്നേഹവും വളരെയേറെ വ്യത്യാസം വരും. അത്തരത്തിലുള്ളൊരു അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതൊരു സ്വർഗമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ആ സ്വർഗം അനുഭവിക്കാൻ ഇന്ന് പല കുടുംബങ്ങൾക്കും സാധിക്കുന്നില്ല. കാരണം അവിടെയും അൾത്താരയുണ്ട്. മാതാപിതാക്കളാണ് ആ കുടുംബത്തിലെ കാർമ്മികർ. അവരുടെ ബലിപീഠമാണ് അവരുടെ ദാമ്പത്യ കിടക്ക അല്ലെങ്കിൽ ഉറങ്ങുന്ന സ്ഥലം. അവിടെ അവർ ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് അവർ ജീവിക്കുന്ന സ്ഥലമാണ്. അത് വലിയ സംതൃപ്തി ശാരീരികമായിട്ട് നൽകുന്നു എന്നുള്ളത് മാത്രമല്ല, അത് മൃഗങ്ങളുടെ ഒരു ഫലം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നേരെ മറിച്ച് സ്നേഹത്തോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം തന്ന ഈ കൂട്ടിനെ പറ്റി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ സ്നേഹം ആസ്വദിക്കുമ്പോൾ അത് ഒരു ദൈവിക അനുഭവമാകുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എന്നാൽ അതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ദൈവികമായ അനുഭവം ഉണ്ടായത് നമ്മൾ ആ കുടുംബത്തെ അത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ മാത്രമാണ്. മൂശ കൂടാരം നിർമ്മിച്ചപ്പോഴും സ്ലേമോൻ ദേവാലയം പണിതപ്പോഴും എത്രയോ ശ്രദ്ധയോടുകൂടിയാണ് ആ ദേവാലയത്തെ മനോഹരമാക്കി തീർത്തത്. കുടുംബജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്ന ഏറ്റവും വലിയത് എന്താണെന്നറിയാമോ? എന്താണ്? കുടുംബത്തെ സ്നേഹത്തിൻ്റെ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. കുടുംബത്തിലെ ഏറ്റവും വിശേഷമായ ഒരുക്കം സ്നേഹമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചുവെന്നും ആ സ്നേഹത്തിന് നമ്മൾ നന്ദി പറയണമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ദൈവം നമുക്ക് തന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയോട് ഒപ്പമുള്ള ജീവിതം സ്നേഹത്തിൻ്റെ അനുഭവമായിട്ട് തീരും.
കമിതാക്കളോ അല്ലെങ്കിൽ നാടകകൃത്തുക്കളോ അഭിനയിക്കുന്നവരോ ഒക്കെ ആ സ്നേഹത്തിൻ്റെ സന്തോഷത്തെ വികൃതമായിട്ടാണെങ്കിലും ചിത്രീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ സ്നേഹം അനുഭവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷ നടത്തുവാൻ അവർ നിർമ്മലരാണോ? അവരുടെ ഹൃദയം വെടിപ്പാക്കിയിട്ടുണ്ടോ? ദൈവം തന്ന അനുഗ്രഹം സ്വീകരിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സംഭരിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന സ്തെഫാനിയ പറഞ്ഞ, പ്രവാചകൻ പറഞ്ഞ ആ സംരക്ഷണം നമ്മുടെ ചുറ്റുമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിൽക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. ആ ദൈവം എന്താ അനുഗ്രഹം നമുക്ക് നൽകിയത്? ദൈവത്തിന് മാത്രമേ സൃഷ്ടിക്കുവാൻ കഴിയുള്ളൂ. ആ സൃഷ്ടികർമ്മത്തിൽ വളരെ വിശ്വസ്തയോടുകൂടി ദമ്പതിമാരെ കർത്താവ് പങ്കെടുപ്പിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നുവെങ്കിലും അത് ദമ്പതിമാരുടെ സഹകരണത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ഇത്രയും മനോഹരമായ, ഇത്രയും ദൈവികമായ ഒരു പ്രവൃത്തിക്ക് ഒരുക്കിയ ആ ദൈവത്തോട് നന്ദിയോടുകൂടി ആ സ്നേഹം സ്വീകരിക്കുവാൻ ദമ്പതിമാർക്ക് കഴിയണം. അത് സ്വർഗീയമായ അനുഭൂതിയാണ്. എന്തെല്ലാം പ്രയാസങ്ങളോടുകൂടിയാണെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ അവൾക്ക് ആ കുഞ്ഞിനെ പറ്റിയുള്ള പ്രത്യേക സ്നേഹം നമ്മൾ കാണുന്നതാണ്. ആ കുഞ്ഞിന് വേണ്ടി എത്രയും രാത്രി ഉറക്കവിളയ്ക്കുന്നവനോ രോഗമായിരിക്കുന്നവർ ശുശ്രൂഷിക്കുന്നവനോ അവൾക്ക് ഒരു മടിയും കാണുന്നില്ല. അത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് ചുരത്തി കൊടുത്തതാണ്. അതനുസരിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് അത് തൃപ്തി തരുന്നതാണ്. എന്നാൽ അതുകൊണ്ടായില്ല. ദൈവികമായ അനുഭവത്തിൻ്റെ ഒരു ജീവിതമായിട്ട് കുടുംബജീവിതം മാറുമ്പോൾ നമ്മൾ ദൈവം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം തരുന്ന ആന്തരികമായിട്ടുള്ള ഉറവിടം ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. എത്ര മക്കളെയാണ് വളർത്തേണ്ടതെന്ന് കർത്താവിനോട് ചോദിക്കാൻ മടി കാണിക്കുന്ന ദമ്പതികൾക്ക് എങ്ങനെയാണ് ആ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുക? കർത്താവ് പറയുകയാണ്, വേണ്ട, നീ അല്പം സൂക്ഷിക്കണം, കുഞ്ഞ് വളരട്ടെ, അതിനെ നന്നായിട്ട് നോക്കണം. അതുകൊണ്ട് നിനക്ക് സ്വാഭാവികമായിട്ട് തന്നെ അതിന് വേണ്ട സിദ്ധികളും അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നിൻ്റെ ശരീരത്തിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ശ്രദ്ധിക്കുകയും അതിനെ വളരുന്നതിന് അനുവദിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് പറയും, അല്ല, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ കൂടി തരാൻ പോവുകയാണ്. കുഞ്ഞിനെ കിട്ടാതെ വിഷമിച്ചിരുന്ന അബ്രാഹത്തിനും സാറായിക്കുമൊക്കെ കർത്താവിൻ്റെ ദൂതൻ എന്ന് പറഞ്ഞുമില്ല, വയസ്സ് കുറേ ആയതിന് ശേഷം, എന്നിട്ടും പറഞ്ഞുമില്ല, നിനക്ക് അടുത്ത കൊല്ലം ഒരു കുഞ്ഞിനെ ഞാൻ തരും. അതുകൊണ്ട് മക്കളെ തരുന്നത് ദൈവമാണ്. നമ്മൾ എത്രയോ വലിയ വിഡ്ഢിത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. നമ്മുടെ കഴിവിൽപ്പെട്ടതാണ് എല്ലാം എന്നുള്ള വിചാരത്തിൽ ദൈവികമായിട്ടുള്ള ശക്തിയിൽ ആശ്രയിക്കാതെ എല്ലാം മൃഗങ്ങളുടെ ഒരു ലെവലിൽ മാത്രം മക്കളോടുള്ള ബന്ധത്തെ കാണുന്ന ആളുകൾ, അവരുടെ ആ ശൈലി കുടുംബത്തിൽ അസ്വസ്ഥത വരുത്തുന്നു. ദൈവാനുഗ്രഹമില്ലാതെ നിരാശയിൽ അവരാഴുന്നു. ദൈവം കൊടുത്ത സ്വർഗീയമായ സന്തോഷം അവർ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ദൈവത്തോട് ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും രൂപീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് മക്കളെ ജനിപ്പിക്കാവുന്നതെല്ലാം ജനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ ചില ക്രമീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലക്ഷോപലക്ഷം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാനുള്ള കഴിവ് പുരുഷന് കൊടുത്തിട്ടുണ്ട്. അതൊന്നും മനുഷ്യരൂപം പ്രാപിച്ചു വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ സംവിധാനങ്ങളോട് നമ്മൾ വഴങ്ങിക്കൊടുത്തുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഓരോ അവസരത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും. തെറ്റായിട്ടുള്ള ഒരു രീതികൾക്കും പോകേണ്ട ഒരാവശ്യമില്ല. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ അഭീഷ്ടം അന്വേഷിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കരുത്തും ശക്തിയും ദമ്പതിമാർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം മക്കളെ തരാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് തയ്യാറാണെന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിധേയത്വത്തോടു കൂടിയാണോ എന്ന് പരിശോധിക്കണം. ഞാനിന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മാസികയിൽ കണ്ടു, 2 കൈയും ഇല്ലാത്ത ഒരു കുട്ടി മനോഹരമായ ചിത്രം വരയ്ക്കുന്നു.
ഇന്ന് അവളുടെ ചിത്രം യൂറോപ്പിലെ അവർ കോൺട്രാക്റ്റ് എടുത്തിരിക്കുക ഇവൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ വാങ്ങിക്കാൻ. അവൾക്ക് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ഈ 2 കൈയുമില്ലാത്ത കുട്ടിയെ എങ്ങനെ വളർത്തുമെന്ന് വിചാരിച്ച് ആകുലപ്പെട്ടിരുന്ന സന്ദർഭങ്ങളിൽ അവർ നിരാശയിൽപ്പെട്ടില്ല. അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ഇന്ന് ആ കുഞ്ഞ് കാണിക്കുന്ന മനോഹരമായിട്ടുള്ള സിദ്ധികളെ പറ്റിയാണ് നിങ്ങളൊക്കെ വായിച്ച് കാണും, പത്രത്തിലും മാസികയിലൊക്കെ അവളുടെ പടമൊക്കെ ഉണ്ട്. അവൾ കാലുകൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത്. അവൾക്കൊരു ദുഃഖവുമില്ല. അതാണ് വേറെ പ്രത്യേകത. ഈ ഭാരം നമുക്ക് അവരെ കാണുമ്പോൾ വിഷമം തോന്നുമെങ്കിലും, എങ്ങനെ ഇവർ ജീവിക്കുന്നു എന്നൊക്കെ നമുക്ക് സഹതാപം തോന്നുന്നുണ്ടെങ്കിലും, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ സന്തോഷവതിയാണ്. അവർ സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുകയും ദൈവം തന്ന കഴിവിനെ ഓർത്ത് ധാരാളം ചിത്രങ്ങൾ ഇതിനകം വരയ്ക്കുകയും അതൊരു ഇപ്പം ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ കൈമുട്ട് മാത്രം വരെയുള്ള ഒരു ഓർഗൻ വായിക്കുന്നത് നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. അവനെല്ലാവരെയും മികച്ചു നിൽക്കുന്ന കഴിവുള്ളവനാണ്. ഫുട്ബോൾ കളിക്ക് അതിവിദഗ്ധൻ. അപ്പം അതുകൊണ്ട് ദൈവം തരുന്ന കഴിവുകൾ, പരിമിതികൾ കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് വ്യക്തമാക്കുന്ന അവസരത്തിൽ ദൈവം നമ്മുടെ സന്തോഷം എടുത്ത് കളയുന്നില്ല. ദൈവം നമ്മുടെ ശക്തിയായിട്ടുണ്ട്. അന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ നമുക്ക് കാവൽ നിൽക്കുകയാണ്. നമ്മുടെ ചുറ്റും അവനുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് നൽകുവാൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് കുടുംബത്തെ അലങ്കരിക്കേണ്ട ഏറ്റവും വലിയ ഒരു യോഗ്യത സ്നേഹത്തിലൂടെയാണ്. ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. അവൾ പരിപൂർണയായതുകൊണ്ടല്ല, മാതാവിനെ പോലെ ഒരു കളങ്കവുമില്ലാത്തവളായതുകൊണ്ടല്ല. ഭർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കണം. അവന് യോഗ്യതയിൽ അവൻ്റെ പോരായ്മകളില്ലാത്തതുകൊണ്ടല്ല. അവൻ്റെ നാക്ക് ചിലപ്പോൾ അല്പം കടുപ്പം കൂടിയതാണ്. സ്ത്രീയുടെ ചിന്തകളും പ്രവർത്തനങ്ങളും പലപ്പോഴും അലോസരം വരുത്തുന്നതാണ്. എങ്ങനെയാണത് നേരിടേണ്ടതെന്ന് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു നോമ്പുകാല ചിന്തയ്ക്ക് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നത്, നിങ്ങൾ ജയിലിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടില്ലേ? അല്ലെങ്കിൽ ഇഷ്ടമില്ല. അപ്പോൾ ആ ജയിലിനകത്ത് കിടക്കുന്നവർ അവിടെ നമുക്ക് ഭയമാണ്. അവിടെ കിടക്കുന്നവർ പലതരം കുറ്റവാളികളാണ്. ചിലർ നിസ്സഹായരായിട്ട് അബദ്ധത്തിൽ ചെന്നുപെട്ടവരും അതിൽ കാണും. അപ്പോൾ ആ ജയിലിലെ ആളുകളെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? മാർപ്പാപ്പ പറയാണ്, നമ്മൾ ചിന്തിക്കണം, അവരുടേതായ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെന്ന് പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അതേ തെറ്റുകൾ ഞാനും ചെയ്യുമായിരുന്നില്ലേ? അവർ പിടിക്കപ്പെട്ടതുപോലെ ഞാനും പിടിക്കപ്പെടുമായിരുന്നില്ലേ? പലപ്പോഴും ഞാൻ ചെയ്ത പ്രവൃത്തികൾക്ക് അതാരും അറിയാതെ പോയി. ഒരുപാട് പേരെ ചതിച്ച ദ്രോഹിച്ച പലതരത്തിലും ക്രമക്കേടുകൾ നടത്തിയവരൊക്കെ നമ്മൾ പിടികൊടുക്കാതെ നിൽക്കുന്നുണ്ട്. അമിത പലിശ വാങ്ങിച്ചുകൊണ്ട് പാവപ്പെട്ടവൻ്റെ കണ്ണുനീരിൻ്റെ നേരത്ത് അവനൊരവശതയിൽ കിടന്ന് വിഷമിക്കുന്ന സമയത്ത് കുറച്ച് പൈസ എവിടുന്നെങ്കിലും എന്ത് പലിശയെങ്കിലും ആകട്ടെ അതങ്ങ് വാങ്ങിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ട് ക്രൈസ്തവനല്ലേ പോയി വാങ്ങിച്ചു. അവൻ വാങ്ങിച്ചതും അതിൻ്റെ 8ഉം 10ഉം ഇരട്ടിയും കൊടുത്തു കഴിഞ്ഞിട്ടും അവൻ്റെ കടം അനേക ഇരട്ടിയായിട്ട് നിലനിൽക്കുന്നു. അവൻ പള്ളിയിൽ പോകുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ഈ പണം കൊടുത്തവനും മറ്റോ 2 പേരും പോകുന്നുണ്ട്. അവൻ്റെ ഹൃദയം ഒരു തരത്തിലും അലിയുന്നില്ല. കർത്താവ് ശക്തമായി പറഞ്ഞിട്ടുണ്ട്, പാവപ്പെട്ടവരോട് കരുണയില്ലാത്തവൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്ന ചില മേഖലകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഭാര്യയോട് അല്പം ക്ഷമിച്ചാൽ, അപ്പം മാർപ്പാപ്പ പറഞ്ഞു വന്നതാണ്. അങ്ങനെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു, അതിൻ്റെ പേരിൽ നമ്മൾ ബഹളമുണ്ടാക്കി, കലഹങ്ങളുണ്ടാക്കി, കുടുംബസമാധാനം നശിപ്പിച്ചിട്ട് എന്താ നമുക്ക് കിട്ടിയത്? നമ്മൾ നേടാൻ സാധിച്ചതൊന്നും ആ ചീത്ത വാക്ക് പറഞ്ഞതുകൊണ്ടോ ബഹളം കൂട്ടിയതുകൊണ്ടോ കുറ്റം പറഞ്ഞുകൊണ്ടോ നമുക്ക് കിട്ടിയോ? മാർപ്പാപ്പ പറയുന്നത് ഒരിക്കലും കിട്ടില്ല. നേരെ മറിച്ച് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അവളുടെ ആ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ അതുപോലെ ഞാനും അങ്ങനെ പ്രവർത്തിച്ചു പോകുമായിരുന്നില്ലേ? കുത്തുവാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുമായിരുന്നില്ലേ? അതുകൊണ്ട്
നമുക്കതങ്ങ് ഞാനതങ്ങ് ക്ഷമിക്കട്ടെ. അങ്ങനെ ഒരു ഭർത്താവ് വിചാരിച്ച ഭാര്യ അങ്ങനെ കലിതുള്ളിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാന്തനായി, സാരമില്ല മോളെ, നീ എന്നോട് ക്ഷമിക്കുക, ഞാനത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞതല്ല എന്നോ അല്ലെങ്കിൽ ഒന്നും പറയാതെ തന്നെ അത് ക്ഷമയോടുകൂടി ഒന്ന് സഹിച്ചാൽ അവളിൽ മാറ്റം വരും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ചില പ്രവൃത്തികൾ നിശിതമായി വിമർശിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കുന്ന ഭാര്യ അതൊന്ന് അച്ചടക്കിയിട്ട് മാർപ്പാപ്പ പറയാണ്, ഒരുപക്ഷെ ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു പോകുമായിരുന്നില്ലേ, അഥവാ അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ. അപ്പം അതങ്ങ് ക്ഷമിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്, മാർപ്പാപ്പ പറയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ വാരി വിതറുകയാണ്. അത് ക്ഷമിച്ച് കഴിയുമ്പോൾ ശാന്തമായി ആ രംഗം, അവിടെ സംഭവിക്കാമായിരുന്ന രംഗങ്ങളൊക്കെ മാറി. അങ്ങനെ ക്ഷമയോടുകൂടി നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെ സന്തോഷമുള്ളതാക്കി തീർക്കണം എന്നാണ് മാർപ്പാപ്പ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ സ്നേഹം അനാവശ്യമായി നമ്മൾ നഷ്ടപ്പെടുത്തുകയും സ്നേഹത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കലഹങ്ങളും വിദ്വേഷങ്ങളും പ്രതികാര ചിന്തകളും മറ്റും വരുമ്പോൾ കുട്ടികൾ അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ വിഷമിക്കുക. എന്താ അപ്പച്ചനോട് അമ്മച്ചി ഇങ്ങനെ പറയുന്നത്, അമ്മച്ചിയോട് എന്താണ് അപ്പച്ചൻ ഇങ്ങനെ പെരുമാറുന്നത്, ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് മിണ്ടാൻ ധൈര്യമില്ല, മിണ്ടുന്നുമില്ല. വിറയ്ക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ അവരവരുടെ മനസ്സിൽ കാണുകയാണ് വേദന. ഇങ്ങനെ കുടുംബജീവിതത്തിലെ വേദനകൾ നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും സ്നേഹമില്ലാത്ത പെരുമാറ്റവും വാക്കുകളും കുടുംബത്തിൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മുറിവുകൾ മനസ്സിലാക്കി അത് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിൽ അപ്പോൾ പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഹൃദയം തുറന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ ശാന്തിയുടെയും അനുഗ്രഹത്തിൻ്റെ സമാധാനത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് അന്ന് തന്നെ അത് അനുഭവിക്കാൻ സാധിക്കും.